പിന്നെ ഞാൻ പറഞ്ഞത് മാത്രം കേൾക്കണം എന്നാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല സാറേ. ഉദ്ദേശം ഞാൻ പറയുന്നത് അള്ളാന്റെ കലാമ്, റസൂലുള്ളാന്റെ സുന്നത്ത്, അത് സഹാബത്തിന്റെ ഫഹ്മനുസരിച്ച് തെറ്റാതെ പറയുന്ന ആള് ആരാണെങ്കിലും അവർ നിങ്ങൾ കേൾക്കണം. എന്റെ മാത്രമല്ല, എന്റെ നിങ്ങൾ കേൾക്കുക വേണ്ട. ഞാൻ പറയുന്നത് ഒരു ചെറിയ ടെൻഡേറ്റീവ് സ്റ്റേജിൽ, അഥവാ എന്താ പറയാ, ഫത്രത്തുൽ ഇൻതിഖാൽ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. അഥവാ ജഹലിന്റെ ഈ അവസ്ഥയിൽ നിന്ന് ഇൽമിന്റെ അവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് ഉലമാക്കളുമായി നമുക്ക് സംവദിക്കാൻ ഭാഷാ പ്രശ്നമുണ്ടെങ്കിൽ തൽക്കാലം പ്രാഥമികമായ കാര്യങ്ങൾ മലയാളത്തിൽ കുറച്ച് ഞാൻ പറഞ്ഞു തരാം, പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തി തരാം, അവരുടെ ഗ്രന്ഥങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ അറബി പഠിച്ച് അറബിയിലേക്ക് മാറൂ. അറബിയിലൂടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാകും. അതിനുള്ള ഒരു ടെൻഡേറ്റീവായ ഹെൽപ്പ് മാത്രമാണ് എന്റെ ഭാഗത്തു നിന്നുള്ളത്. അല്ലാണ്ട് എന്റേത് കേൾക്കണമെന്ന് എനിക്ക് യാതൊരു ആവശ്യമില്ല. ഏതെങ്കിലും ഇത് പറയുന്ന ആളുകളോ അല്ലാത്തവരോ ആയ ആളുകൾ പറയട്ടെ, ഏതെങ്കിലും അവരുടെ കൂട്ടത്തിലോ അല്ലാത്തവരിലോ പെട്ട ഒരാളോട് നിങ്ങൾ വരി എന്റേത് കേൾക്കി വേറൊരാളത് കേൾക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് പ്രസംഗത്തിൽ ഏതായാലും പറയില്ല, ഒരു വ്യക്തിപരമായ സംഭാഷണത്തിലെങ്കിലും മഅദല്ലാഹ് അങ്ങനെ സംഗതിയില്ല. ഇതിനൊരു കാര്യം നമ്മൾ പറയും, അഹ്ലുൽ അഹ്വാ വൽ ബിദ്അ, അവരുടെ കൂടെ ഇരുന്ന് അതിന് ചെവിക്കൊടുത്ത് അവരോട് മുനാഖശ നടത്തിയാൽ ഹൃദയത്തിലേക്ക് രോഗം പകരും. അത് സൂക്ഷിക്കണം കേട്ടോ. അതെന്റെ വാക്കല്ല, അത് ആയത്തുകളും ഹദീസുകളും ആസാറുകളും അഖ്വാലുകളും നിരത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും തെളിവ് തരാം. അതങ്ങനെ തന്നെയാണ്. അയിമത്തൊന്നും ചെയ്തിട്ട്